എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് നടക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും +1 പബ്ലിക് എക്സാമിനേഷൻ എന്നതുകൊണ്ട് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യം എന്ന് പറയുന്നത് 2025 വർഷത്തിൽ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാവും. അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു മിനിമം മാർക്ക് നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ ഏതെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയിട്ട്, അതായത് 2025 ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത് ഏകദേശം മെയ് 2ാം വീക്കോടെയാണ്, അതായത് മെയ് 2nd വീക്കോടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മെയ് 15ാം തീയതിക്ക് ആ ഒരു 15ാം തീയതിയോ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് നടക്കുക എന്ന് നോക്കാം. അപ്പോൾ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് ഈ ഒരു 2026 മാർച്ച് മാസത്തിലായിരിക്കും. അതായത് 2026 മാർച്ച് മാസത്തിലാണ് ഈ ഒരു പരീക്ഷ നടക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷ നടക്കുക എന്ന് പറയുമ്പോൾ അതായത് ഇനി പുതുതായിട്ട് വരുന്ന +1 ബാച്ച് ഉണ്ടാവും. പുതുതായിട്ട് അതായത് ഈ വർഷത്തെ, അതായത് 2025-26 അധ്യയന വർഷത്തെ ഈ ഒരു +1ൻ്റെ പുതിയ ബാച്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുതിയ ബാച്ചിന് ഈ ഒരു +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ എപ്പോഴാണ് നടക്കുന്നത് അവരുടെ കൂടിയാണ് ഈ ഒരു +1 ഈ വർഷം എഴുതിയ വിദ്യാർത്ഥികളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക. അതായത് 2026 മാർച്ച് മാസത്തിലായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുക. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏകദേശം +1ൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ്റെ കൂടിയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് +2 ഇനി അടുത്ത വർഷം, അതായത് ഈ വർഷം നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് +2ൻ്റെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരും. അപ്പോൾ +2ൻ്റെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് ആ ഒരു രജിസ്ട്രേഷൻ്റെ സമയത്തായിരിക്കും +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾ ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷയും സമർപ്പിക്കേണ്ടത്. ഏകദേശം ഓഗസ്റ്റ് അവസാനത്തോടെയായിരിക്കും ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ ഒരു മാസത്തിനിടയിലൊക്കെ ആയിട്ടാണ് വരിക. നിങ്ങളോട് കൃത്യമായിട്ട് ഡേറ്റ് പറയാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് ചില സമയത്ത് ഹയർ സെക്കൻഡറിയുടെ രജിസ്ട്രേഷൻ കുറച്ച് നേരത്തെ വരും, ചില സമയത്ത് ലേറ്റ് ആയിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഈ വർഷം ഏകദേശം ഈ ഒരു ഒക്ടോബർ ആ ഒരു മാസത്തൊക്കെയാണ് +1ൻ്റെ +2ൻ്റെയും പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ സേ പരീക്ഷ, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1ൻ്റെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റ് മാസത്തിന് ശേഷമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സാം നടക്കുക 2025 മാർച്ച് മാസത്തിലെ +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കൂടിയായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയമാണ് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് +1ൻ്റെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ അവസരങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് +1ൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ, 10% എന്ന് പറയുമ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 10 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു 60ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടുകയാണ്. ഇനി അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് മുമ്പ് കിട്ടിയത് ഒരു 20 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ 80ൻ്റെ ഈ ഒരു 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 28 മാർക്ക്, അതായത് 20നേക്കാൾ നേരത്തെ ഉള്ളതിനേക്കാൾ 8 മാർക്ക് കൂടുതലോ അല്ലെങ്കിൽ 8 അതിൽ കൂടുതലോ മാർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിനെയാണ് 10% മാർക്ക് കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ റീവാലുവേഷന് ശേഷം 10% മാർക്ക് കൂടും എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ്. അപ്പോൾ ഈ ഒരു പൈസ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് +1ന് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പ്രതീക്ഷയുണ്ട് എങ്കിൽ റീവാലുവേഷന് അപേക്ഷിക്കാം. ഇനി ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾ ഏതെങ്കിലും 3 വിഷയം നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ട് പരീക്ഷയ്ക്കെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുഴുവൻ വിഷയവും നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾക്കാണോ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു സബ്ജക്റ്റുകൾ കൂടെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സമയത്ത് എഴുതാൻ സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ മാക്സിമം വിവിധ കാരണങ്ങൾ കൊണ്ട് മാക്സിമം 6 സബ്ജക്റ്റുകൾ വരെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേ ആയിട്ടും ഇംപ്രൂവ്മെൻ്റ് ആയിട്ടും എഴുതാം. അതായത് നിങ്ങൾ 3 വിഷയം ഈ ഒരു ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ 3 വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എഴുതാം, 3 വിഷയം സേ പരീക്ഷ ആയിട്ടും എഴുതാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് 150 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് പ്ലസ് 2 പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് അതിൻ്റെ ആ ഒരു ഇടയിലൊക്കെ ആയിരിക്കും. അതായത് ഇന്ന് പരീക്ഷ പ്ലസ് 2വിൻ്റെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുന്ന സമയത്ത് പ്ലസ് 1ൻ്റെ പരീക്ഷ ഉണ്ടാകും. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു ടൈം ടേബിൾ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസത്തിലായിരിക്കും ഈ ഒരു പരീക്ഷയുടെ ആ ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ നിങ്ങൾ പ്ലസ് 2വിൻ്റെയും പ്ലസ് 1ൻ്റെയും പരീക്ഷകൾക്ക് പഠിച്ച് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി പ്ലസ് 1ൻ്റെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു kerala-results.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏപ്രിൽ അല്ല, ഈ ഒരു മെയ് 28-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇത്തവണ അത് നേരത്തെ തന്നെ ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പേജ് ലോഡായിട്ട് വരികയും പിന്നീട് ഇതുപോലെയാണ് പേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ നൽകുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് അറിയുക. സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ സൈഡിലായിട്ട് ഇതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക, സ്കൂളിൻ്റെ കോഡ് നൽകുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ വൈസ് ആയിട്ടുള്ള അത് നിങ്ങളുടെ ക്ലാസ്സിലെ സുഹൃത്തുക്കളുടെയും അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ മറ്റ് വിഷയങ്ങൾ എടുത്തുള്ളത്. നിങ്ങൾ സയൻസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെയും അതുപോലെ കൊമേഴ്സിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അത് നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്ലസ് 1ൻ്റെ റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക. അപ്പോൾ ഈ വർഷത്തെ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു 2024 എന്നുള്ള മാറ്റിയിട്ട് 2025 എന്ന് ആക്കിക്കൊണ്ട് ജസ്റ്റ് ഒരു പുതിയ ആ ഒരു ലിങ്കായിട്ടാണ് ഈ ഒരു റിസൾട്ട് വരിക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതും നിങ്ങൾക്ക് മിനിമം മാർക്കായിട്ടുള്ള 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് കിട്ടിയിട്ടില്ലേ, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടിയിട്ടില്ലേ എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് പരീക്ഷയിൽ കിട്ടേണ്ട മാർക്കാണ്. ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് പ്ലസ് 1 ഉണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ജയിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.